ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി യുവതി വനത്തിൽ വെച്ച് മരിച്ചതിൽ വഴിത്തിരിവ്. പ്ലാക്കത്തടം സ്വദേശി സീത കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിലല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ക്രൂര കൊലപാതകമെന്നാണ് നിഗമനം. സംഭവത്തിൽ സീതയുടെ ഭർത്താവ് ബിനു പോലീസ് നിരീക്ഷണത്തിലാണ്. ഇവിടെ തട്ടി എറിയുന്ന കണ്ടപ്പോൾ ഞാൻ മുമ്പിലോട്ട് ചാടിക്കൊടുത്ത അങ്ങനെ എടുത്തത്. ചവിട്ടാണ് എങ്ങനെയൊന്നും അറിയാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. എന്നെ തട്ടി എറിഞ്ഞു കൊടുത്ത് അവളുടെ അടുത്തോട്ട് പിന്നെ ഞാൻ തിരിഞ്ഞു പോയി. ബിനു ഈ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ സീത വന്യമൃഗാക്രമണത്തിനിരയായതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. എന്നാൽ സീതയുടെ തല മരത്തിൽ ബലമായി ഇടിപ്പിച്ചതിന് സമാനമായ പരിക്കുണ്ട്. മുഖത്തും കഴുത്തിലും മൽപ്പിടുത്തം നടന്ന പാടുകൾ, കഴുത്തിന് ശക്തമായി അമർത്തിപ്പിടിച്ചതിന്റെയും മുഖത്ത് 2 കൈകൊണ്ടും അടിച്ചതിന്റെയും ലക്ഷണം. മുൻപിൽ നിന്ന് ആക്രമണം നേരിട്ട് താഴേക്ക് മലർന്ന് പാറയുടെ മുകളിൽ വീണിട്ടുണ്ടാവാം. കാലിൽ പിടിച്ച് വലിച്ചിഴച്ചതിന്റെയും അടയാളങ്ങൾ. വാരിയെല്ലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ തറച്ചുകയറി. നാഭിക്ക് തൊഴിയേറ്റ പരിക്കുമുണ്ട്. ഇതെല്ലാമാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. കാട്ടാനയാക്രമണത്തിലല്ല സീത മരിച്ചതെന്ന സംശയം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് കോട്ടയം DFOയും പറഞ്ഞു. വനംവകുപ്പിന് ഇക്കാര്യത്തിൽ ഒരു സംശയമുണ്ടെന്ന്, അതായത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള മുറിവുകളും അതായത് ഇദ്ദേഹത്തിൻ്റെ മൊഴികളും എല്ലാം തമ്മിൽ ചെറിയ പ്രശ്നം. ഈ സംഭവം നടക്കുന്ന സ്പോട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ മക്കളെ കൂടെ ഉണ്ടായിരുന്നു. അവർ പക്ഷേ പിന്നിലായിരുന്നു എന്നാണ് ബിനുവിൻ്റെ മൊഴിയിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം ഒരു സംശയമുണ്ട്. അതുകൊണ്ട് ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അതിൻ്റേതായ രീതിയിൽ കൃത്യമായി ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സീതയുടെ ഭർത്താവ് ബിനു കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ സംശയം. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഇന്നലെ ഉച്ചയോടെയാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീത കാട്ടാനയാക്രമണത്തിൽ മരിച്ചു എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഇന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഈ വഴിത്തിരിവ്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.